ക്ഷേമ പെൻഷൻ പുതിയ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ എല്ലാവരും ഒരു കാര്യം ശ്രദ്ധിക്കുക, ക്ഷേമ പെൻഷൻ ജനുവരി മാസം 3200 നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ എത്തി കഴിഞ്ഞു. ഇനിയും എത്താത്തവർക്ക് ഇന്നും നാളെയൊക്കെ ആയിട്ട് തുക വിതരണം പൂർത്തിയാക്കും. 5-ാം തീയതി വരെ ടൈമുണ്ട്. അടുത്ത മാസം 3-ാം തീയതിക്കുള്ളിൽ വിതരണം പൂർത്തിയാക്കി 5-ാം തീയതിക്കുള്ളിൽ ഫുള്ളായി വിതരണം കംപ്ലീറ്റായി അടുത്ത നടപടി തുടങ്ങും. ജനുവരി മാസത്തെ ബജറ്റിൽ ക്ഷേമ പെൻഷൻ കൂട്ടുന്ന കാര്യങ്ങളൊക്കെ സർക്കാർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അന്തിമ തീരുമാനം ബജറ്റിൽ വരും എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അങ്ങനെ കൂട്ടാൻ 99% കൂട്ടാനാണ് സാധ്യത. 1600 കിട്ടുന്നിടത്ത് 1800, 1900 ഒക്കെ ഇനി ക്ഷേമ പെൻഷൻ മാസം കിട്ടുന്ന ഒരു കാലമായിരിക്കും വരാൻ പോകുന്നത്. എന്തായാലും സന്തോഷ വാർത്തയാണ്. മസ്റ്ററിങ് ചെയ്ത് എല്ലാവർക്കും തുക എത്തിച്ചേരും. പിന്നെ 2024 മാർച്ച് മാസം തുടങ്ങി നമുക്ക് മുടങ്ങാതെ കുടിശ്ശിക തുക 6 മാസം ഉണ്ടെങ്കിൽ പോലും മാർച്ച് മാസം തുടങ്ങി നമുക്ക് എല്ലാ മാസവും മുടങ്ങാതെ എത്തിച്ചേരുന്നതാണ്. ഇനി 2-3 മാസത്തെ കുടിശ്ശികയുണ്ട്. അത് ഈ ഏപ്രിൽ മാസം തൊട്ട് ഇനി കുടിശ്ശിക വിതരണം ഉണ്ടാവുള്ളൂ. എന്തായാലും 2025 അവസാനിക്കുന്ന മുമ്പ് 26-ൻ്റെ തുടക്കത്തിലായി കംപ്ലീറ്റ് പെൻഷനും കൊടുത്തു തീർക്കും. കാരണം ഇലക്ഷനൊക്കെ വരാൻ പോവുകയാണ്. എന്നാലും സർക്കാരിന് തിരിച്ചടി കിട്ടാതിരിക്കാൻ സർക്കാർ തീർച്ചയായിട്ടും ഈ തുകയൊക്കെ കൊടുത്തു തീർക്കും. പിന്നെ ക്ഷേമ പെൻഷൻ കൂട്ടുന്ന നടപടിന് ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു. അപ്പോൾ ഭിന്നശേഷിക്കാർക്ക് ക്ഷേമ പെൻഷൻ 2000 ഒക്കെ എത്തിയേക്കാം. 2025 ആനുകൂല്യങ്ങൾ സംബന്ധിച്ച് ഒരു വീഡിയോ വരുന്നുണ്ട്. അപ്പോൾ വിശദമായിട്ട് നമുക്ക് ആ വീഡിയോയിൽ പറയാം. ബജറ്റിനെ കുറിച്ച് ഉള്ള കാര്യങ്ങളും ഒക്കെ ഫുള്ളായിട്ട് ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. ആ വീഡിയോ ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. നിങ്ങളുടെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക. ചാനൽ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. കൂടുതൽ ആളുകളിലേക്ക് ഈ അറിവുകൾ ഷെയർ ചെയ്ത് കൊടുക്കുക.